നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ അരൂരിലുണ്ടായ ഒരു ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. അനഘ എന്ന 25-കാരിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെയോടെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അനഘയെ കണ്ടെത്തിയത്. എന്തിന് 25-കാരി ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം. ബന്ധുക്കളടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ഒരു കാര്യം വിശദമായി നോക്കാം. യുവതി ജീവൻ ഒടുക്കിയത് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് വരനും വീട്ടുകാരും പിന്മാറി എന്ന കാരണത്താലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യുവതിയുടെ ബന്ധുക്കൾ പ്രതിശ്രുത വരനും വീട്ടുകാർക്കുമെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. തൃശ്ശൂർ സ്വദേശിയാണ് പ്രതിശ്രുത വരൻ. ഇയാൾക്കെതിരെ അനഘയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. തുടർന്ന് പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ രംഗത്ത് ജോലി ചെയ്യുകയായിരുന്നു അനഘ. തൃശ്ശൂർ സ്വദേശിയും അതേ രംഗത്ത് തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഇവർ തമ്മിലുള്ള വിവാഹം നവംബറിൽ നടത്താൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തീരുമാനമായത്. ഇരുകൂട്ടരും പെണ്ണ് കാണുന്നു, മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നു, വിവാഹം നിശ്ചയിക്കുന്നു. നവംബറിൽ വിവാഹം നടത്താമെന്ന ഉറപ്പിലേക്ക് ഇവർ എത്തുന്നു. ഇരുവരും, അതായത് അനഘയും അതുപോലെ തന്നെ പ്രതിശ്രുത വരനും അബുദാബിയിലായിരുന്നു. അടുത്തിടെയാണ് യുവാവിൻ്റെ മാതാപിതാക്കൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചത്. അനഘയുടെ വീട്ടുകാരെ ഫോണിലൂടെയാണ് ഈ വിവരം വീട്ടുകാർ അറിയിച്ചത്. പരാതിയിൽ ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അനഘയുടെ വീട്ടുകാരെ ഫോണിലൂടെ വിവരം അറിയിക്കുന്നു. വീട്ടുകാരെ അറിയിക്കാതെ അനഘ അബുദാബിയിലെത്തി. അതായത് ഈ പ്രതിശ്രുത വരനെ കാണാനായി അനഘ അബുദാബിയിലേക്ക് കുതിച്ചു. എന്നാൽ യുവാവിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. അനഘ സംസാരിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ട് വിവാഹത്തിൽ പിന്മാറി എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ അനഘ അബുദാബിയിൽ വരനെ കാണാൻ എത്തിയെങ്കിൽ പോലും അവരുടെ നിലപാടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു, ഈ വിവാഹവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു കാര്യത്തിൽ തന്നെ, നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. യുവാവിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. ബുധനാഴ്ച ഗൾഫിൽ നിന്നും അനഘ തിരിച്ച് വീട്ടിലേക്കെത്തി. ബന്ധം ഇനി തുടരുന്നില്ലെന്നും മാതാപിതാക്കൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അനഘ വ്യക്തമാക്കുകയുണ്ടായി. തുടർന്ന് രാത്രി ജോലിയുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് അനഘ കയറുകയായിരുന്നു. വീട്ടുകാർ ഉറങ്ങിയ ശേഷമാണ് അനഘ ആത്മഹത്യ ചെയ്തത്. ഒരു വിവാഹം മുടങ്ങിയതിൻ്റെ പേരിലാണ് അനഘയുടെ ആത്മഹത്യ. നമുക്കറിയാം ഏതൊരു സാഹചര്യത്തിലാണ് എല്ലാം അവസാനിച്ചു, എല്ലാം നഷ്ടമായി, അത്രയും താങ്ങാനാകാത്തൊരു വിഷമം വരുമ്പോൾ, അത്രയും താങ്ങാനാകാത്ത സാഹചര്യം വരുമ്പോഴാണ്, പല പ്രതിസന്ധികളെ നേരിടാൻ ഇനി ആകില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സുകാരിയെയും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചും നിഗമനങ്ങൾ അനുസരിച്ചും വിവാഹത്തിൽ നിന്ന് വരൻ പിന്മാറുന്നു, വരനെ കണ്ട് സംസാരിക്കുന്നു, നിലപാടിൽ മാറ്റമില്ല എന്ന് മനസ്സിലാകുന്നു. പിന്നീട് മാതാപിതാക്കളെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുന്നു, ശേഷം മരണം തിരഞ്ഞെടുക്കുന്നു. എന്നാലും പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി. വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഒരു 25 വയസ്സ് വളരെ ചെറുപ്പമാണ്. ഒരു ചെറുപ്പത്തിൽ ഒരു വിവാഹം മുടങ്ങി എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എത്രമാത്രം ആ കുട്ടിയെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം ആ കുട്ടിയെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്നത് വ്യക്തമാണ്. ആ ഒരു തീരുമാനം ആ പെൺകുട്ടി എടുത്തത് തന്നെ അക്കാരണത്താലാണ്. എന്തായാലും വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് 25-കാരിയുടെ ആത്മഹത്യ. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മെ നടുക്കിയ മറ്റൊരു വാർത്തയാണ് പ്രതിശ്രുത വരനും പ്രതിശ്രുത വധുവും ജീവനൊടുക്കിയ സംഭവം. വിവാഹത്തിന് മാസങ്ങൾ ബാക്കി നിൽക്കവെയായിരുന്നു ഇരുവരുടെയും ആത്മഹത്യ. വിവാഹം നിശ്ചയിച്ചിരുന്ന ബാങ്ക് ജീവനക്കാരായ യുവതിയും യുവാവുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് സ്വദേശി പി അനുശ്രീ എന്ന 25-കാരിയും പ്രതിശ്രുതവരനായ കണ്ണൂർ സ്വദേശിയായ അമൽ എന്ന 27-കാരനുമാണ് ആത്മഹത്യ ചെയ്തത്. ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. മൈസൂരിലെ SBI ഹുൻസൂർ ശാഖയിലെ ജീവനക്കാരിയായിരുന്നു അനുശ്രീ. താമസ സ്ഥലത്ത് വെച്ചായിരുന്നു അനുശ്രീയുടെ ആത്മഹത്യ. അനുശ്രീ വീഡിയോ കോളിലൂടെ അമലിനെ വിളിക്കുന്നു. ശേഷമാണ് അനുശ്രീ ജീവനൊടുക്കിയത്. ഗ്യാസ് ഏജൻസി ഉടമ തയ്യിൽ വീട്ടിൽ K ചന്ദ്രൻ്റെ റീനയുടെ മകളായിരുന്നു അനുശ്രീ.
അനുശ്രീയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ എറണാകുളത്തെ ഹോട്ടൽ മുറിയിലാണ് അമൽ ജീവൻ ഒടുക്കിയത്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് അമലിന്റെ ബന്ധുക്കൾ അടക്കം വന്നിരുന്നു. രണ്ടുപേരുടെയും പെട്ടെന്നുള്ള വേർപാടിന്റെ നടുക്കം ആ ബന്ധുക്കളെ വിട്ടുമാറിയിരുന്നില്ല. അനുശ്രീയുടെയും അമലിന്റെയും മരണകാരണം എന്താണെന്നതൊരു ചോദ്യമായി തന്നെ അവശേഷിച്ചിരുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. തുടക്കത്തിൽ ഇരു മരണങ്ങളുടെയും സാഹചര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുകയാണ്. പോലീസ് കൂടുതൽ പരിശോധനകളും വിവരശേഖരണവും നടത്തുന്നുണ്ട്. വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങും മുമ്പേ ഉണ്ടായ അനുശ്രീയുടെ അപ്രതീക്ഷിത മരണം കുടുംബത്തെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തി. അതുപോലെ തന്നെയാണ് മറുവശത്തും അമലിന്റെ ആത്മഹത്യയും. അനുശ്രീയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് പറയുന്നത്. വളരെ സന്തോഷത്തോടെയാണ് മകൾ സംസാരിച്ചിരുന്നത്. പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്? ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാൻ മാത്രം അവർക്കിടയിൽ എന്ത് നടന്നു എന്നതടക്കമുള്ള ചോദ്യം പിതാവും ഉന്നയിക്കുകയാണ്. അവർക്കും അറിയില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ അമൽ വീട്ടിലേക്ക് വിളിക്കും. മാത്രമല്ല അവരോട് എല്ലാവരോടും സംസാരിക്കാറുണ്ട്. സ്നേഹപൂർവമായ പെരുമാറ്റമായിരുന്നു അമലിൻ്റേത്. രണ്ടുപേർക്കുമിടയിൽ സൗന്ദര്യ പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ നമുക്ക് കരുതാനാകില്ല. അത്തരത്തിൽ സ്നേഹത്തോടെയാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇരുവരും ആയിരുന്നതെന്നാണ് പിതാവ് വെളിപ്പെടുത്തിയത്. ഈ വർഷം ഡിസംബർ 26 വിവാഹം നടക്കേണ്ടിയിരുന്നവരാണ് ഇവർ. ഇവരുടെ ആത്മഹത്യയെ വളരെയധികം നടുക്കമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കൾ, അതിലുപരി ഇവരുടെ സഹപ്രവർത്തകരൊക്കെ വളരെയധികം നടുക്കത്തിലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ രാത്രി അനുശ്രീ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. പതിവ് പോലെ ചൊവ്വാഴ്ച രാത്രിയും വിളിച്ചു. സമയം 10:30 ആയിട്ടുണ്ടാകുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പിറ്റേന്ന് ബുധനാഴ്ച രാവിലെ ചന്ദ്രനെ വിളിച്ച് അനുശ്രീ ഫോൺ എടുക്കില്ലെന്ന് അറിയിച്ചത് അമലായിരുന്നു. തുടർന്ന് അനുശ്രീയുടെ വീട്ടുകാർ ഹുൻസൂരിലെ അനുശ്രീ താമസിക്കുന്ന അയൽവാസികളെ വിവരം അറിയിച്ചു. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ താൻ ജീവിച്ചിരിക്കില്ല എന്നാണ് അമൽ പറഞ്ഞിരുന്നത് എന്നാണ് അനുശ്രീയുടെ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ. ഹുൻസൂരിൽ നിന്നുള്ള വിവരം കിട്ടിയ ഉടൻ ചന്ദ്രൻ അമലിനെ വിളിച്ചു. പക്ഷെ ഫോൺ എടുത്തില്ല. അപ്പോൾ തന്നെ ചന്ദ്രൻ അമലിൻ്റെ വീട്ടുകാരെ വിളിച്ചറിയിച്ചു. തുടർന്നാണ് അമലിൻ്റെ വീട്ടുകാർ എറണാകുളത്തെ അവൻ്റെ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചത്. അവർ ലോഡ്ജിലെത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി വരെ അനുശ്രീ ബാങ്കിലുണ്ടായിരുന്നു. ഈ സമയത്ത് അമൽ വിളിച്ചതായി വിവരമുണ്ട്. അതിനുശേഷം ഇരുവരും സംസാരിച്ചിരുന്നു എന്ന കാര്യം രണ്ടുപേരെ ഫോൺ പരിശോധിക്കുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം. ഫോൺ പരിശോധിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യം കൂടി അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഹുൻസൂർ പോലീസ് അനുശ്രീയുടെയും എറണാകുളം നോർത്ത് പോലീസ് അമലിൻ്റെയും ഫോൺ പരിശോധിച്ചു. അമലിൻ്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകി അമ്പലത്തട്ടിലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു. അനുശ്രീയുടെ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ അമലിൻ്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു. അനുശ്രീയുടെ മൃതദേഹം പൂച്ചക്കാട്ടെത്തിച്ചാണ് സംസ്കരിച്ചത്. എന്തായാലും ഈ പ്രതിശ്രുത വധുവരന്മാരുടെ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ നടുക്കിയതായിരുന്നു. 2 മാസം മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞവർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരുന്നു ജീവൻ ഒടുക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.